നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ട കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് പെർpetual succession and a common seal. The total capital of the company is divided into a number of units. Each such unit is called a share. Shareholders are the owners and their liability is limited. Management of the company is in the hands of board of directors, the elected representatives of shareholders. Then features: it is an artificial person created by law. It has a separate legal entity. It is formed through registration under the Companies Act. It has a perpetual succession. The control and management of the company is in the hands of board of directors. The liability of the shareholders are limited. The company has a common seal, risk bearing. Then let's discuss the merits of joint stock company. First one is limited liability. The liability of a shareholder is limited to the face value of shares held by him. His personal property cannot be attached even if the company is unable to meet its creditors' claim. This reduces the degree of risk. ഓഹരി ഉടമകളുടെ ബാധ്യത അവരുടെ ഷെയറിൻ്റെ മുഖവിലയിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഷെയറിൻ്റെ തുകയടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ തുക മാത്രമേ അദ്ദേഹത്തിൽ നിന്നും കമ്പനി ഈടാക്കുകയുള്ളൂ. കമ്പനിയുടെ ബാധ്യത തീർക്കുവാൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഷെയർ ഹോൾഡറുടെ ആസ്തികൾ വിറ്റിട്ട് ആ ബാധ്യത തീർക്കണമെന്ന് ഒരിക്കലും ആവശ്യപ്പെടാറില്ല. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. Shares of a public company are generally listed in stock exchange so that a member can sell his shares at any time. It provides liquidity to their investment. However, it is restricted in case of private company. ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഷെയറുകളായതിനാൽ അത് വിൽക്കുവാൻ വളരെ എളുപ്പമാണ്. ആയതിനാൽ ഷെയർ ഹോൾഡറെ സംബന്ധിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ ഷെയർ കൈമാറ്റം ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരുടെയും അനുമതി ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹത്തിന് തൻ്റെ ഷെയർ വിറ്റ് പണം വസൂലാക്കാൻ പറ്റും. എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിൽ നിയന്ത്രണം ഉണ്ട്. Then scope for expansion. A company has large financial resources and managerial ability. Thus, there is greater scope for expansion. നമുക്കറിയാം കമ്പനിക്ക് ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരിൽ നിന്നും വലിയ ഒരു മൂലധനം റേസ് ചെയ്യുവാൻ കമ്പനിക്ക് സാധിക്കും. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടൊക്കെ കമ്പനിക്ക് പണം സ്വരൂപിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ ഹൈലി പ്രൊഫഷണൽ മാനേജേഴ്സിനെ എംപ്ലോയ് ചെയ്യുകയും ചെയ്യുന്നതിനാൽ കമ്പനിക്ക് ഉചിതമായ രീതിയിൽ ബിസിനസ് വിപുലീകരണം സാധ്യമാകുന്നുണ്ട്. ദെൻ പെർpetual succession. Being a separate legal entity, its existence is not affected by the death, insolvency or sale of shares by shareholders. It can be liquidated only as per the provisions of Companies Act. ഓഹരി ഉടമകളുടെ മരണമോ ഓഹരി കൈമാറ്റമോ ഒന്നും കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല. കമ്പനി നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതായതിനാൽ ആ കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ, അവസാനിപ്പിക്കണമെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് കൃത്യമായി ഫോളോ ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. ദെൻ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. എ കമ്പനി ക്യാൻ അഫോർഡ് ടു പേ ഹയർ സാലറീസ് ടു പ്രൊഫഷണൽ മാനേജേഴ്സ്
It can employ people who are experts in their areas of specialization. It will increase the efficiency of management. കമ്പനിക്ക് വളരെ ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ മാനേജേഴ്സിനെ ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് നിയമിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഭരണ മികവുള്ള ആളുകൾ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻറ്റിൽ സേവനം ചെയ്യുന്നതിനാൽ കമ്പനിക്ക് മാനേജീരിയൽ എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുവാൻ സാധിക്കും. ദെൻ ലിമിറ്റേഷൻസ്. കോംപ്ലക്സിറ്റി ഇൻ ഫോർമേഷൻ. Formation of a company is time-consuming and expensive process. It involves preparation of several documents fulfilling several legal formalities. ഒരു കമ്പനിയുടെ രൂപീകരണത്തിൽ ധാരാളം പ്രമാണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ പോയെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ധാരാളം സമയവും പ്രയത്നവും പണവും ആവശ്യമുള്ള ഒരു നടപടിയാണ്, ഒരു സ്റ്റേജാണ് കമ്പനിയുടെ ഫോർമേഷൻ. ദെൻ lack of secrecy. A company is required to publish its annual accounts and other reports. It is available to the general public also. So, trade secrets cannot be maintained. കമ്പനി അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടും അനുബന്ധ രേഖകളുമെല്ലാം പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ ബിസിനസ് രഹസ്യം നിലനിർത്തുക പ്രയാസമാണ്. ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെൻറ്റ്. The large size of a company makes it difficult for the owners and top management to maintain personal contact with the employees, customers and creditors. ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ മാനേജ്മെൻറ്റും ഓണേഴ്സും തമ്മിൽ തന്നെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. കമ്പനിയിൽ വളരെയധികം ജീവനക്കാരുണ്ടാവും, അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് അതിൻ്റെ തൊഴിലാളികളുമായിട്ട് ക്രെഡിറ്റേഴ്സുമായിട്ടൊക്കെ നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കുക പ്രയാസമാണ്. ദെൻ ന്യൂമറസ് റെഗുലേഷൻസ്. A company is required to file a number of returns and reports with the various authorities. It involves considerable time and effort. ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിവിധ റിപ്പോർട്ടുകൾ വിവിധ ഏജൻസികൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടുകൾ യഥാസമയം സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം സമയവും പ്രയത്നവും ആവശ്യമായി വരുന്നു. ദെൻ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. There are certain matters which can be decided only in board meeting. More important matters require approval of shareholders in their meeting. This results in unavoidable delay in decision making. കമ്പനി ഓണർഷിപ്പും മാനേജ്മെൻറ്റും വ്യത്യസ്തമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ചില തീരുമാനങ്ങൾ ബോർഡ് മീറ്റിങ്ങിലെടുക്കും, മറ്റു ചില തീരുമാനങ്ങൾക്ക് ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അംഗീകാരം കൂടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന താഴെത്തട്ടിലേക്ക് ഈ ആശയവിനിമയങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിലും അവ നടപ്പിലാക്കുന്നതിലുമെല്ലാം കാലതാമസം വരുന്നു. ഒരു സോൾ ട്രേഡിംഗ് കൺസേണിനെ പോലെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ഒരു കമ്പനി ഫോമിൽ സാധ്യമല്ല. ദെൻ ഒളിഗാർക്കിക് മാനേജ്മെൻറ്റ്. In large-sized organizations having a large number of shareholders, the owners have minimal influence in terms of controlling or running the business. The shareholders are spread all over the country and a very small percentage attend the general meeting. As the directors enjoy the rights to take all major decisions, it leads to rule by a few. ഒരു കമ്പനിയെ സംബന്ധിച്ച് ധാരാളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലേ? അതിൽ ചെറുകിട ഓഹരി ഉടമകൾ പലപ്പോഴും കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാറില്ല. അപ്പോൾ ഭൂരിഭാഗം ഷെയറുകളുള്ള
ആളുകൾ സ്ഥിരമായി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളാവുകയും അവരുടെ ഹിതപ്രകാരം കമ്പനിയുടെ ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നു. അപ്പം സാധാരണ ചെറുകിട ഓഹരി ഉടമകളുടെ താല്പര്യങ്ങൾ പലപ്പോഴും സംരക്ഷിക്കപ്പെടില്ല എന്ന് സാരം. ദെൻ lack of flexibility. A company should undertake its business only within the objective already stated in the objective clause of Memorandum of Association. So it cannot divert its business activities according to the changing conditions without altering its memorandum. ഒരു കമ്പനിക്ക് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രമാണമായ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാനുള്ള അധികാരമുള്ളൂ. മെമ്മോറാണ്ടത്തിൽ പറയാത്ത ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തണമെന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആഗ്രഹിച്ചെങ്കിൽ പോലും അത് സാധ്യമാകണമെങ്കിൽ ആദ്യം അവർ മെമ്മോറാണ്ടത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തേണ്ടി വരുന്നു. സോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉടനടി ബിസിനസ് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുക ഒരു കമ്പനിയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. സോ ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കുക. The merits of joint stock company: liability of shareholders are limited, shares are freely transferable, then there is greater scope for expansion, the company has perpetual succession and the company enjoy professional management. Limitations: complexity in formation, lack of secrecy, impersonal work environment, numerous regulations are there, delay in taking decision, oligarch management and lack of flexibility. That trust your understanding. Thank you for your cooperation.